അപ്പോൾ എല്ലാവർക്കും പുതിയൊരു ലോട്ടറി ഗസ്റ്റിംഗ് വീഡിയോസിലേക്ക് സ്വാഗതം. നമ്മൾ ഒരുപാട് നാളായി വീഡിയോസൊക്കെ ചെയ്തിട്ട് നമ്മളൊരു 9ൻ്റെ ട്രിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു 9ൻ്റെ ട്രിക്ക് വെച്ചിട്ട് നമുക്ക് ഒരുപാട് ട്രിക്കുകൾ നമുക്ക് കിട്ടുന്നുണ്ട്. മനസ്സിലായില്ല? 9ൻ്റെ ട്രിക്ക് വെച്ചിട്ട് നമുക്ക് കുറച്ച് നമ്പേഴ്സുകൾ എഴുതി വയ്ക്കാറുണ്ട്. പക്ഷെ അങ്ങനെ എഴുതി വെച്ച നമ്പറുകൾ ഞാൻ ഏകദേശം എന്താ പറയുക 586 വരെ ഞാൻ എഴുതിയിട്ടുള്ളൂ. ഇത്രയും നമ്പറുകൾ എഴുതണം. ഇതുണ്ടല്ലോ 586 വരെ ഞാൻ എഴുതി വെച്ചിട്ടുള്ളൂ. അപ്പോൾ ഇനിയും നമുക്ക് ഒരുപാട് എഴുതാനുണ്ട്. അതിന് സമയം കിട്ടിയിട്ടില്ല. സമയം കിട്ടുമ്പോൾ എഴുതി വെച്ചിട്ട് അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു തരുന്ന രീതിയിൽ എഴുതി വെച്ചാൽ മതി നിങ്ങൾക്ക് തന്നെ. അല്ലാതെ ഇത് സ്ക്രീൻഷോട്ട് എടുത്തിട്ടൊന്നും നടക്കുന്ന കേസല്ല. അപ്പോൾ നമ്മൾ 9ൻ്റെ ട്രിക്ക് പറഞ്ഞുതരാം. ഈ ഒരു ട്രിക്ക് വെച്ചിട്ട് നിങ്ങൾക്ക് ഒരുപാട് ട്രിക്ക് കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് ട്രിക്ക് ഞാൻ തന്നെ പറയേണ്ടി വരും, എങ്ങനെയാണ് എന്താണെന്നുള്ളതൊക്കെ. അപ്പോൾ അതിന് കുറേ സമയം പിടിക്കും. അപ്പോൾ ഞാനിതിൻ്റെ മെയിനായിട്ടുള്ള മെത്തേഡ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ആ മെത്തേഡ് വെച്ച് നിങ്ങൾക്ക് എഴുതി കഴിഞ്ഞാൽ തന്നെ ഏകദേശം ഏത് വന്നാൽ ഏത് നോക്കണം, എങ്ങനെ നോക്കണം എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. മനസ്സിലായില്ല? അപ്പോൾ അത് നോക്കുക. അപ്പോൾ നമ്മൾ ആദ്യം കാര്യത്തിൽ അത് കണ്ടില്ല 15, 20ൻ്റെ ബ്ലോക്കുകൾ അല്ലെങ്കിൽ 15, 21 ഈ കാണുന്ന നമ്പർ തന്നെ അടിക്കണമെന്നില്ല. 15, 20ൻ്റെ ആ ബ്ലോക്ക് കണ്ടില്ല 15, 21 അടിച്ചിട്ടുണ്ട്. എങ്കിലും 15, 20ൻ്റെ ബ്ലോക്ക് ഇത് എവിടെയും വന്നിട്ടുണ്ട്. 15, 24, 15, 26 അതായത് ഇതിൽ കാണുന്ന ഈ ഒരു ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ 1690 ഇപ്പുറത്ത് എഴുതിയിട്ടുള്ളത്. 1690 ബ്ലോക്ക് എന്തായാലും വരാനുള്ള സാധ്യതയുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം കഴിഞ്ഞ് അതിൻ്റെ പിറ്റേ ദിവസം 1698 5000 അടിച്ചിട്ടുണ്ട്. അപ്പോൾ 1690ൻ്റെ ബ്ലോക്ക് ഇവിടെ വന്നിട്ടുണ്ട്. ഇത് മാത്രമല്ല, ഒരുപാട് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ ഇതല്ലേ 5000ൻ്റെ മാത്രം നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. അത് മാത്രമല്ല ഒരുപാടുണ്ട്. ഇപ്പോൾ 12:30ൻ്റെ ബ്ലോക്ക് വന്നിട്ടുണ്ട്. 11:07ൻ്റെ ബ്ലോക്ക് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. 5000ൽ വന്നത് മാത്രം കാണിച്ചു തന്നിട്ടും കാര്യമൊന്നുമില്ല. അതുപോലെ 21:78 അല്ല 21:70ൻ്റെ ബ്ലോക്ക് ഇവിടെ വന്നിട്ടുണ്ട്. 21:71 വന്നിട്ടുണ്ട്. ഇതിൽ നോക്കുകയാണെങ്കിൽ 21:78 വന്നിട്ടുണ്ട്. അതായത് ഇതിലുള്ള ബ്ലോക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനൊന്നില്ലെങ്കിൽ വരാൻ സാധ്യതയുള്ള നമ്പർ ഇപ്പോൾ എൻ്റെ കയ്യിൽ 26-ാം തീയതി വരെ റിസൾട്ട് ഉള്ളൂ. 24-20ൻ്റെ ബ്ലോക്ക് വരാൻ സാധ്യതയുള്ളൊരു ബ്ലോക്കാണ് 24-20ൻ്റെ. അതുപോലെ 21:70ൻ്റെ ബ്ലോക്ക് ഈ ഭാഗത്തുണ്ടോ നോക്കട്ടെ. അതേപോലെ 19:50ൻ്റെ ബ്ലോക്ക് കണ്ടില്ലേ. ഇങ്ങനെ നോക്കാം. 21:70ൻ്റെ 21:71 വന്നു പോയി, 21:78 വന്നു പോയി. 19:50ൻ്റെ ബ്ലോക്കും 24-20ൻ്റെ ബ്ലോക്കൊക്കെ വരാൻ സാധ്യതയുള്ള നമ്പറാണ്. ഒന്നില്ലെങ്കിൽ അതിന് മുന്നേ വന്നിട്ടുണ്ടോ എന്നൊക്കെ നോക്കണം കേട്ടോ, എന്നാലേ അറിയുള്ളൂ. അതുപോലെ തന്നെ ഇത് കണ്ടില്ലേ 11:07 അതായത് 11:07 കറക്റ്റായിട്ട് ഇവിടെ അടിച്ചിട്ടുണ്ട്. ഈ നമ്പറിൽ 9ൻ്റെ നമ്പറാണ് കേട്ടോ. അത് കറക്റ്റായിട്ട് ഇവിടെ അടിച്ചിട്ടുണ്ട് 11:07. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ തൊട്ട് ഇപ്പുറത്ത് കാണുന്ന 12:30ൻ്റെ ബ്ലോക്കും വന്നിട്ടുണ്ടാവണം. അതിൻ്റെ തൊട്ട് ബാക്കിൽ അടിച്ചിട്ടുണ്ട് 12:30 അടിച്ചിട്ടുണ്ട്. ഇനി അങ്ങനെയൊന്നും വരാത്ത നമ്പറാണെങ്കിൽ അത് നിങ്ങൾക്ക് നോട്ട് ചെയ്ത് വയ്ക്കാം. 12:30ൻ്റെ ബ്ലോക്ക് വരാനുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളതാണ് ഇപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. കാണിച്ചു തരാൻ തുടങ്ങിയ ഒരുപാട് നമ്പറുകൾ കാണിച്ചു തരേണ്ടി വരും. ഇഷ്ടംപോലെ അങ്ങനെ അടിച്ച് പോയിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ എഴുതി വെച്ചിട്ട് ഇങ്ങനെ വെറുതെ അടിച്ച് പോയിട്ട് കാര്യമില്ല. ഇതിൻ്റെ മെത്തേഡ് എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മെത്തേഡ് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് 9ൻ്റെ ഒരു ട്രിക്കാണ്. ഈ ഒരു ട്രിക്ക് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് 10 ട്രിക്ക് ഇത് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും, എങ്ങനെ വരുന്നു എന്നുള്ളതൊക്കെ. അപ്പോൾ 9ൻ്റെ നമ്പറുകൾ 4 അക്കത്തിൽ തുടങ്ങുന്ന 9ൻ്റെ നമ്പർ 1008 ആണ്. അതായത് 8, 1, 9. അതായത് ഈ 4 നമ്പറും കൂട്ടുമ്പോൾ നമുക്കിവിടെ 9ൽ വന്ന് നിൽക്കണം. അതെങ്ങനെയായാലും കുഴപ്പമില്ല, 9ൽ വന്ന് നിൽക്കണം അവസാനിക്കുമ്പോൾ. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇത്ര വലിയ നമ്പർ ആയിക്കോട്ടെ, അതെ 4572 വിചാരിച്ചു. ഇതൊരു 9ൻ്റെ നമ്പറാണ്. അതായത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 5, 4, 9, ഇവിടെ 7, 2, 9, 9, 18 തന്നെയാണ്. മൊത്തം കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്ന നമ്പർ 18 തന്നെയാണ്. 8, 1, 9. ഇങ്ങനെ 9ൽ വന്ന് നിൽക്കുന്ന നമ്പറിനാണ് 9ൻ്റെ നമ്പറായിട്ട് ഞാൻ പറയുന്നത്. അതായത് എത്ര വലിയൊരു നമ്പർ നമ്മൾ കൂട്ടിക്കഴിഞ്ഞാലും മൊത്തം നമ്പർ ഇങ്ങനെ മൊത്തം കൂട്ടുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുന്നത്? ചിലപ്പോൾ 36 ആവാൻ കിട്ടുന്നത്. അപ്പോൾ ഇവിടെ ഒരു വലിയൊരു നമ്പർ നമ്മൾ മൊത്തം വലിയൊരു നമ്പർ അത് മൊത്തം കൂട്ടുമ്പോൾ നമുക്ക് 36 കിട്ടി. അപ്പോൾ അതും 6, 3 കൂട്ടുക, അവിടെയും 9ൻ്റെ നമ്പർ തന്നെയാണ്. ഇനി അല്ല, അതായത് ചിലപ്പോൾ മൊത്തം നമ്പർ നമ്മൾ കൂട്ടുമ്പോൾ നമുക്ക് കിട്ടിയത് 45 ആവാം. അപ്പോഴും 5, 4 ഇവിടെ 9ൻ്റെ നമ്പറാണ്. മനസ്സിലായി? അങ്ങനെ 9ൻ്റെ നമ്പറിലേക്ക് എത്തുന്ന നമ്പറുകൾ. അപ്പം നമ്മൾ 9ൻ്റെ നമ്പർ എന്ന് പറയുന്നത് ചെറിയ നമ്പർ, 4 അക്കത്തിലെ ഏറ്റവും ചെറിയ നമ്പർ 1000ൽ തുടങ്ങുന്നത് കിട്ടുക. കാരണം ഞാൻ 0 തൊട്ട് എഴുതി വെച്ചിട്ടില്ല. നമുക്ക് വേണമെങ്കിൽ 0, 18 4 അക്ക നമ്പറാണ് ലോട്ടറിയിൽ. പക്ഷേ ഞാൻ അങ്ങനെ എഴുതി തുടങ്ങിയിട്ടില്ല. ഞാൻ 1000 മുതലേ എഴുതി വെച്ചിട്ടുള്ളൂ. 0, 0, 18 എന്ന് പറയുമ്പോൾ ഇതും ഈ ഒരു 4 അക്ക നമ്പർ കിട്ടുന്ന 9ൽ തന്നെയാണ് വന്ന് നിൽക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് എഴുതി തുടങ്ങിയിട്ടില്ല. ഞാൻ 1008 തൊട്ട് എഴുതി തുടങ്ങിയിട്ടുള്ളൂ. അതാണ് ഈ 1008 ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കുറച്ച് 9ൻ്റെ നമ്പറുകൾ കളക്ട് ചെയ്യണം.
മനസ്സിലായില്ലേ? അതായത് ഈ സൈഡിൽ കാണുന്നത് മുഴുവനും 9ൻ്റെ നമ്പറുകളാണ്. ഈ സൈഡിൽ ഞാൻ എന്തുകൊണ്ടാണ് ഇവിടെ 112, 113, 114, 115 അങ്ങനെ ഒരു തുടർച്ചയായിട്ട് കുറച്ച് നമ്പറുകൾ ഇവിടെയും ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ? 124 വരെ, പിന്നെ അത് കഴിഞ്ഞാൽ 125, പിന്നെ 126, 127, 128, ഇങ്ങനെ ഞാൻ 130 കണ്ടില്ലേ? ഇങ്ങനെ എഴുതി പോയിട്ട് ഞാൻ ആകെ 586 വരെ ഈ സൈഡിൽ ഞാൻ എഴുതി പോയിട്ടുണ്ട്, പറഞ്ഞല്ലോ. പക്ഷേ ഈ സൈഡിൽ മുഴുവനും നമുക്ക് കിട്ടിയിട്ടുള്ള നമ്പർ 9ൻ്റെ നമ്പറുകളായിരിക്കും. 1008 ആണെങ്കിൽ 8 9 കണ്ടില്ലേ? 1017 ആണെങ്കിൽ 7 1 8 8 9 കണ്ടില്ലേ? 1026 ആണെങ്കിൽ 6 3 6 2 8 8 9. ഇതും 1035 5 3 8 8 9. ഇത് ഈ സൈഡിൽ കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്ന നമ്പറുകൾ മുഴുവനും 9ൻ്റെ നമ്പറുകളായിരിക്കും. അത് നമുക്ക് ഇവിടം വരെ നോക്കിയാൽ ഇത്രയും ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് കണ്ടില്ലേ? 4 3 7 7 2 9 കണ്ടില്ലേ? ഈ സൈഡിൽ മുഴുവനും 9ൻ്റെ നമ്പറാണ്. അല്ലേ? 8 4 12 12 6 18 8 9 കണ്ടില്ലേ? അപ്പോൾ അതാണ് സംഭവം. ഇത് മുഴുവനും 9ൻ്റെ നമ്പറുകളാണ്. അങ്ങനെ 9ൻ്റെ നമ്പറുകൾ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ നമ്മൾ 4 അക്ക നമ്പറുകൾ 9ൻ്റെ നമ്പർ ഇതുവരെ നമുക്ക് കിട്ടണം. 9999 വരെ കിട്ടുന്നത് വരെ നമ്മൾ എഴുതിക്കൊണ്ടിരിക്കണം. വേണ്ടേ? 9999 4 അക്കത്തിലെ ഏറ്റവും വലിയ നമ്പർ. അതായത് 9 9 18, ഇത് 9 18. അപ്പോൾ 18 12 36ൻ്റെ നമ്പറാണ്. 6 3 9. ഇവിടെ 9ലാണ് വന്ന് നിൽക്കുന്നത് അല്ലേ? അപ്പം 4 9 കിട്ടുന്നത് വരെ നമ്മളിവിടെ എഴുതിക്കൊണ്ടിരിക്കണം. ഞാനങ്ങനെ എഴുതിയിട്ടില്ല. ഇവിടെ 4 9 കണ്ട 585 കണ്ടില്ല? 580 81 82 83 84 85 86 വരെ എഴുതിയിട്ടുള്ളൂ. ഇനി നമുക്ക് ഒരുപാട് എഴുതാനുണ്ട്. ഈ സൈഡിൽ നമ്മൾ ഏകദേശം 1111 വരെ എഴുതണം. 1111 വരെ എഴുതിയാലേ നമുക്ക് ഇവിടെ 4 9 ഈ ഭാഗത്ത് കിട്ടുള്ളൂ. അങ്ങനെ കിട്ടുന്നത് വരെ നമ്മളിവിടെ എഴുതിക്കൊണ്ടിരിക്കണം. മനസ്സിലായില്ല? അപ്പോൾ 1111 നമ്പർ നമ്മൾ എഴുതണം. ഞാൻ ആകെ 586 നമ്പർ എഴുതി വെച്ചിട്ടുള്ളൂ. അപ്പോൾ അതെങ്ങനെയാണ് എഴുതേണ്ടത് എന്നുള്ളത് ആദ്യം ഞാൻ പറഞ്ഞുതരാം. അതിനുശേഷം നിങ്ങൾക്ക് കാര്യത്തിൽ കിടക്കാം. എന്താണ് ഇതിൻ്റെ പ്രത്യേകത എന്നും കൂടി ഞാൻ പറഞ്ഞുതരാം. എന്താണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ 9ൻ്റെ ഒരു ഏറ്റവും വലിയൊരു എന്താ പറയുക ഒരു ട്രിക്ക് തന്നെ ഞാൻ ഇതിനെ പറയുള്ളൂ. എന്താ കാരണം വെച്ചാൽ 9ന് അത്രയും വലിയൊരു പ്രത്യേകതയുണ്ട് ഇതിന്. നമ്മൾ ഏതൊരു നമ്പറും നമ്മളൊന്ന് ഗുണിക്കാമെന്ന് വിചാരിച്ചു. ഇപ്പം നമുക്കൊരു നമ്പർ 9 കൊണ്ട് ഗുണിക്കുകയാണ്. ഏതൊരു നമ്പറിനെ, എത്ര വലിയ നമ്പറിനെ 9 കൊണ്ട് ഗുണിച്ചാൽ ആ നമ്പർ മൊത്തം കൂട്ടുമ്പോൾ 9 വന്ന് നിൽക്കുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലുള്ള ഏതോ ഒരു നമ്പർ വേണമെങ്കിൽ എടുക്കാം. ഏതും ആയിക്കോട്ടെ, ഇഷ്ടമുള്ളൊരു നമ്പർ. ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇത് 6382 അല്ലേ? 6382 നമുക്ക് 6382 ഇൻറ്റു 9 അങ്ങനെ ഒരു ഇൻറ്റു 9 കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏതൊരു നമ്പറിനെ 9 കൊണ്ട് ഗുണിച്ചാൽ ഈ കിട്ടിയ നമ്പർ ഉണ്ടല്ലോ, ഇവിടെ കിട്ടിയിട്ടുള്ള ഈ നമ്പർ മൊത്തം കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 9 ആയിരിക്കും കിട്ടുക. അത് എത്ര വലിയ നമ്പർ വേണമെങ്കിലും നിങ്ങൾ ഗുണിച്ചോ. ഞാൻ വലുതായിട്ട് നീട്ടി വലിപ്പിക്കുന്നൊന്നുമില്ല. എത്ര വലിയ നമ്പറും എത്ര ചെറിയ നമ്പറും 9 കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന നമ്പർ കൂട്ടിയാൽ അവിടെ 9 കിട്ടുള്ളൂ. അതാണ് ഈ 9ൻ്റെ പ്രത്യേകത. നമുക്കൊന്ന് കൂട്ടി നോക്കാം. 8 4 12 3 15 15 5 20 27 കണ്ടില്ലേ? ഈ നമ്പർ മൊത്തം കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്ന നമ്പർ എത്ര? 27 ആണ്. 27 എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാലോ, ഇവിടെ നമ്മൾ 27 കൂട്ടി 7 2 അവിടെ 9ലാണ് ഇത് വന്ന് നിൽക്കുന്നത്. എത്ര വലിയ നമ്പറും 9 കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ കിട്ടുന്ന നമ്പർ കൂട്ടിക്കഴിഞ്ഞാൽ 9 വന്ന് നിൽക്കുള്ളൂ. അത് 9ൻ്റെ മാത്രം ഒരു പ്രത്യേകതയാണ്. വേറെ ഒരു നമ്പറിനും അങ്ങനെയല്ല. 1 തൊട്ട് 9 വരെയുള്ള നമ്പറുകളിൽ 9 മാത്രമേ പ്രത്യേകതയുള്ളൂ. വേണമെങ്കിൽ നിങ്ങൾ 8 കൊണ്ട് ഗുണിച്ചോ. ഇതെല്ലാം കൂടിയാൽ നമുക്ക് 8 കിട്ടുമോ? 5 5 10 ആ നേരത്തെ കിട്ടി. 5 5 10 16 17 17 എന്ന് പറയുമ്പോൾ 7 8 ഇതിൽ കിട്ടിയിട്ട എല്ലാ നമ്പറിലും അങ്ങനെ കിട്ടില്ല. പക്ഷേ 9 ആണെങ്കിൽ എല്ലാ നമ്പറിലും കിട്ടും. നമുക്ക് വേണമെങ്കിൽ എന്താ പറയുക 63 82 അല്ലേ? നമുക്ക് 63 84 അടിച്ച് നോക്കാം. ഇൻറ്റു 9 അടിച്ച് നോക്കാം. 82 നമ്മൾ 9 കൊണ്ട് ഗുണിച്ചപ്പോൾ നമുക്ക് 27 കിട്ടിയത്. അപ്പോഴും അവിടെ 9 നിന്നത്. ഇത് നോക്കി നോക്കാം. 5 5 10 17 17 6 4 10 27 കണ്ട. വീണ്ടും അവിടെ 27ലാണ് വന്നിരിക്കുന്നത്. 7 2 9. അതേസമയം ഇതേ നമ്പർ നമുക്ക് 8 കൊണ്ട് ഗുണിച്ച് നോക്കാം. എത്ര കിട്ടിയിട്ടുള്ളത്? 7 8 8 5 13 അല്ലേ? 7 8 8 5 13 2 15 15 എന്ന് പറയുമ്പോൾ 5 6 കണ്ട. അവിടെ 6ലേക്കാണ് വന്നിട്ടില്ല, അവിടെ 8ലേക്ക് വന്നിട്ടില്ല. അതേസമയം നമ്മൾ ഇവിടെ 9 കൊണ്ട് നമ്മൾ 63 84 82 ഈ ഗുണിച്ച് നോക്കിയപ്പോൾ അവിടെ നമുക്ക് 9 തന്നെയാണ് കിട്ടിയത്. 8 എന്താ പോയതിന് അതിൽ കിട്ടി, പക്ഷേ ഇതിൽ കിട്ടുന്നില്ല. പക്ഷേ 9 അങ്ങനെയല്ല, എല്ലാത്തിലും കിട്ടും. അതാണ് 9ൻ്റെ പ്രത്യേകത. ഏത് നമ്പറായാലും ഒരു 7 ഇൻറ്റു 9 അടിച്ചാലും അവിടെ കിട്ടുന്നത് 63 6 3 9. ഓക്കെ, അപ്പോൾ അതാണ് സംഭവം. 2 ഇൻറ്റു 9 അടിച്ചാലും ഇവിടെ കിട്ടുന്നത് 18 8 9. 5 ഇൻറ്റു 9 അടിച്ചാലും ഇവിടെ കിട്ടുന്നത് 45 4 5 9. ഇങ്ങനെ 9 മാത്രം വന്ന് നിൽക്കുന്ന ഒരു പ്രത്യേകതയാണ് 9ൻ്റെ പ്രത്യേകത. അത് എത്ര ചെറിയ സംഖ്യ ആയാലും എത്ര വലിയ സംഖ്യ ആയാലും
നിങ്ങൾ വേണമെങ്കിൽ ഈ 6 നമ്പറിനെ ഒരു 9 കൊണ്ട് ഗുണിച്ച് നോക്കിയാൽ നമുക്കൊരു ഉത്തരം കിട്ടും. അത് കൂട്ടിയാലും നമുക്ക് 9 കിട്ടുള്ളൂ. അപ്പോൾ അതാണ് 9ൻ്റെ പ്രത്യേകത. അപ്പോൾ ഇത്രയും വലിയ പ്രത്യേകത 9-നുണ്ടായിട്ട് നമുക്കെന്താ ഗുണം എന്നാണ് നിങ്ങൾ ചോദിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ഗുണമുണ്ട്. ഈ 9 നമുക്ക് ഒരുപാട് ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ എന്താണ് സംഭവം എന്ന് ചെയ്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ 9ൻ്റെ 4 അക്ക നമ്പറുകളാണ് നമുക്ക് വേണ്ടത്. മനസ്സിലായി? അങ്ങനത്തെ കുറച്ച് 4 അക്ക നമ്പറുകൾ നമ്മൾ എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ കുറച്ച് ലോട്ടറി പരമായിട്ട് നമുക്ക് നോക്കാൻ പറ്റും. ലോട്ടറിയിൽ ഏതൊക്കെ ബ്ലോക്കുകൾ എങ്ങനെ വരുന്നു, എന്തൊക്കെ ചെയ്യുന്നു, അങ്ങനെ നമുക്ക് ടിക്കറ്റ് എടുക്കുന്ന ആൾക്കാർക്ക് ഒരു ഉപകാരം ഉണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അതെങ്ങനെ എഴുതാം എന്നുള്ളത് ഞാനിവിടെ പറഞ്ഞുതരാം. അതായത് ഏറ്റവും ചെറിയ നമ്പർ ഞാൻ പറഞ്ഞു 1008 അപ്പോൾ നമുക്ക് 1008 നിന്ന് തന്നെ ഞാൻ എഴുതി വെച്ചിട്ടുള്ളത് കാണിച്ചു തരാം. നമുക്ക് ഇവിടെ ഞാൻ 1008 എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ 1008 എഴുതിയിട്ടുള്ളത് നമുക്ക് എങ്ങനെ കിട്ടി എന്നുള്ളത് വേണമെങ്കിൽ കാണിച്ചു തരാം. ഏതൊരു നമ്പറിന്, അതായത് 9ൻ്റെ നമ്പറിനെ ഒരു 9ൻ്റെ നമ്പറിനെ 9 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് എവിടെ നിന്ന് വന്നു എന്നുള്ളത് അറിയാൻ പറ്റും. ഇപ്പോൾ നമുക്ക് 1008 ഹരിക്കണം 9 അടിച്ചാൽ ഇവിടെ കിട്ടിയിട്ടുള്ളതല്ല 112. അതായത് 112നെ ഇൻറ്റു 9 അടിക്കുമ്പോൾ നമുക്ക് 1008 കിട്ടും. അപ്പോൾ ഏറ്റവും ചെറിയ നമ്പർ 1008 നിന്നാണ് ഞാൻ എഴുതി വെച്ചിട്ടുള്ളത്. അപ്പോൾ 112 മുതലാണ് ഞാൻ എഴുതി വെച്ചിട്ടുള്ളതാണ് പറയാൻ വരുന്നത്. 112 മുതൽ ഞാൻ എഴുത്ത് തുടങ്ങി. ഓക്കെ, 112, 113, 14, 15, 16, 17, 18, 19, 20 അങ്ങനെ എഴുതി 586 വരെ ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. 586 വരെ. 586 ഇൻറ്റു 9 അടിച്ചാൽ നമുക്ക് 5274 കിട്ടും. ഓക്കെ, 586 ഇൻറ്റു 9 അപ്പോൾ വേണ്ട ഇവിടെ കിട്ടിയിട്ടുള്ളത് 5274. ഇവിടെ ഞാനിവിടെ എഴുതി വെച്ചിട്ടുള്ള നമ്പർ 5274. ഇങ്ങനെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് ഏകദേശം ഞാൻ പറഞ്ഞല്ലോ 1111 വരെ നമ്മൾ എഴുതിക്കൊണ്ടിരിക്കണം. അല്ലേ, 1111 ഇൻറ്റു 9 അപ്പോൾ നമുക്ക് 49 ഇവിടെ അവസാനിച്ചു. ഞാൻ എന്താണ് അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചാൽ നമുക്കിവിടെ 4 അക്ക നമ്പറാണ് നമുക്ക് ആവശ്യം. നമുക്ക് വേണമെങ്കിൽ ഇവിടെ 1112 അടിച്ചാൽ അവിടെ 5 അക്കത്തിലേക്ക് കടന്നു. വേണ്ട, 1, 2, 3, 4, 5 അക്കത്തിലേക്ക് കടന്നു. അതുകൊണ്ടാണ് 4 അക്കം വരെ കിട്ടുന്നത് എവിടം വരെ നോക്കിയാലാണ് എഴുതി വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കിവിടെ എന്തായാലും 1111 നമ്പർ എഴുതി കഴിഞ്ഞാൽ നമുക്ക് 49 അവസാനിക്കും. അതായത് 1111 ഇൻറ്റു 9 അടിച്ചാൽ 9999 വരെ നമുക്ക് എഴുതി അവസാനിപ്പിക്കാണ്ട്. ഇതിനിടയിലുള്ള എന്തെന്ന് പറയുക നമ്പറുകളാണ് നമുക്ക് ആവശ്യം. 112 മുതൽ 1111 വരെ നമ്മൾ ഇൻറ്റു 9 ഇട്ട് കിട്ടുന്ന നമ്പറുകൾ ഈ സൈഡിൽ എഴുതി വയ്ക്കുക. എന്നിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ എഴുതി വെച്ച നമ്പറുകൾ നിങ്ങൾ തന്നെ ഒന്ന് ഒത്തു നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഏതൊരു രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഒത്തു നോക്കാം. അതാണ് ഞാൻ ഫസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തന്നത്. വേണ്ടില്ലേ, ഇപ്പോൾ 12:30 നിങ്ങൾക്ക് ഞാൻ കാണിച്ചതെന്നറിയില്ല, ഞാൻ കാണിച്ചു തരാം. 12:30 അടിച്ചിട്ടുണ്ട്, 11:07 അടിച്ചിട്ടുണ്ടായിരുന്നു. അതൊരു നമ്പറല്ല, നിങ്ങൾക്ക് ഏത് നമ്പർ വേണമെങ്കിലും അങ്ങനെ നോക്കാം. ഇതിലേത് ബ്ലോക്കാണോ വന്നിട്ടുള്ളത് നോക്കുക. ഇത്ര തന്നെ ഇങ്ങനെ എഴുതി വയ്ക്കുക. അങ്ങനെ എഴുതി വെച്ചതിന് ശേഷം ഇതിലേത് ബ്ലോക്കാണ് അടിച്ചിട്ടുള്ളത് നമുക്ക് വേണമെങ്കിൽ ഒന്ന് ടെസ്റ്റ് ചെയ്ത് കാണിച്ചു തരാം. ടെസ്റ്റ് ചെയ്യാൻ നിന്നാൽ ഒരുപാട് സമയം പിടിക്കും. ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് നോക്കാം, ഏത് രീതിയിൽ വേണമെങ്കിലും നോക്കാം. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഏത് രീതിയിൽ എങ്ങനെ നോക്കണം എന്നുള്ളത് നിങ്ങളുടെ കഴിവാണ്. നിങ്ങൾ അതിനനുസരിച്ച് നോക്കുക. ഇതുപോലെ എഴുതി വെച്ചിട്ട് ഏത് രീതിയിൽ നോക്കാമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ലാസ്റ്റ് 0 വരുന്ന നമ്പർ കണ്ട, ലാസ്റ്റ് 0 വരുന്ന നമ്പർ, ലാസ്റ്റ് 0-ൽ ഏതൊക്കെ നമ്പറുകൾ വന്നിട്ടുണ്ടോ അങ്ങനെയൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് നോക്കാം. അങ്ങനെ നോക്കാം. ഇപ്പോൾ 12:70 ഒരു ഐഡിയയാണ് ഞാൻ പറയുന്നത്. ഈ ഒരു ഐഡിയയിൽ ഇഷ്ടംപോലെ ഐഡിയകളുണ്ട്. ലാസ്റ്റ് 0 വരുന്ന നമ്പറുകൾ നോട്ട് ചെയ്ത് വയ്ക്കുക. 12:70 അടിച്ചിട്ടുണ്ട്. 12:70 ആകുമ്പോൾ 127. ഇവിടെ 127 നോക്കാം നമുക്ക്. ഇതാണല്ലേ 12:70. ഓക്കെ അല്ലേ. അപ്പോൾ നമ്മൾ ഇവിടെ എന്തായാലും 11:40 ബ്ലോക്ക് വരാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ 11:40 ബ്ലോക്ക് നോക്കി നോക്കട്ടെ. ഇതാണല്ലേ 11:41 ഇവിടെ അടിച്ചിട്ടുണ്ട്. പിറ്റേ ദിവസം തന്നെ അടിച്ചിട്ടുണ്ട് 11:41. ലാസ്റ്റ് 0 വരുന്ന രീതിയിൽ നമുക്ക് നോക്കി വയ്ക്കാം. അത് പിറ്റേ ദിവസം തന്നെ അങ്ങനെ വരുന്നുണ്ട് ചില നമ്പറുകൾ കേട്ടോ. 12:70 അടിച്ചിട്ടുണ്ട്. അവിടെ 11:41 അടിച്ചിട്ടുണ്ട്. 11:41 അടിച്ചിട്ടില്ലേ? അവിടെ 11:41 അടിച്ചിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ അടുത്ത വേറൊരു രീതി ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഇത് നോക്കി നോക്കാം. 13:80 അടിച്ചിട്ടുണ്ട്. നമുക്ക് 13:80 അടിച്ചിട്ടുണ്ട്. 13:80 ബ്ലോക്കിൽ അടിച്ചിട്ടുണ്ട്. അപ്പോൾ 12:40 ബ്ലോക്ക് കാണണം. മനസ്സിലായില്ല? അപ്പോൾ ഈ 13:80 ഈ ഭാഗത്തും ഉണ്ടാവുമല്ലോ എന്തായാലും. നമുക്ക് നോക്കാം. അപ്പോൾ 2 നമ്പർ നമുക്ക് കിട്ടും കേട്ടോ. 13:86 അതായത് 9ൻ്റെ നമ്പർ. അപ്പോൾ 13:80 അടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 2 ബ്ലോക്കാണ്. 12:40 ബ്ലോക്കും കിട്ടിയിട്ടുണ്ട്, 15:40 ബ്ലോക്കും കിട്ടിയിട്ടുണ്ട്. നമുക്ക് നോക്കി നോക്കാം.
15:40 ബ്ലോക്കും 12:40 ബ്ലോക്കും. 15:40 ബ്ലോക്ക് 15:40 12:40 ഇങ്ങനെ നോട്ട് ചെയ്ത് വെച്ചാൽ മതി നിങ്ങൾ. 15:40 12:40 ബ്ലോക്ക് കാണുന്നില്ലല്ലേ. 13:80 അടിച്ചിട്ട് 12:40 ബ്ലോക്ക് വന്നിട്ടില്ല, 15:40 ബ്ലോക്ക് വന്നിട്ടില്ല. നമുക്ക് അന്നത്തെ ദിവസം തന്നെ ഉണ്ടോ നോക്കാം. ഇതേണ്ടില്ല 12:49 ഇവിടെ വന്നിട്ടുണ്ട്. 15:40 ബ്ലോക്ക് ഉണ്ടോ നോക്കട്ടെ. 15:40 ബ്ലോക്കും അന്നത്തെ ദിവസം തന്നെ അടിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇങ്ങനെ അടിച്ച നമ്പറുകൾ കയറി അടിക്കാൻ സാധ്യതയുണ്ട്. വീണ്ടും ഈ 15:40 ബ്ലോക്കും 12:40 ബ്ലോക്കും കയറി വരും. ഓക്കെ, അത് നിങ്ങൾ ശ്രദ്ധിക്കുക. അതും കൂടി നോക്കണം. അപ്പോൾ അങ്ങനെ നമുക്ക് നോക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇപ്പോൾ എൻ്റെ കയ്യിൽ ആകെ 26-ാം തീയതിയിലേക്കുള്ള റിസൾട്ട് വരെ ഉള്ളൂ. 27, 28, 29, 30, 31 അതിൻ്റെ ഇടയിലൊക്കെ 15:40 ബ്ലോക്കോ 12:40 ബ്ലോക്കോ അടിച്ചിട്ടുണ്ടോ നിങ്ങൾ നോക്കി നോക്ക്. വന്നിട്ടുണ്ടാവും, വരാൻ സാധ്യതയുള്ള ഒരു ബ്ലോക്ക് തന്നെയാണ്. അപ്പോൾ അങ്ങനെ നോക്കാം. അല്ലെങ്കിൽ അതിൻ്റെ തൊട്ട് ബാക്കിൽ നമുക്ക് 15:40 12 ബ്ലോക്ക് അടിച്ചിട്ടുണ്ടോ നോക്കാം. ഇതിലൊന്നും കാണുന്നില്ല. അപ്പോൾ എന്തായാലും അത് വരാൻ സാധ്യതയുള്ള ഒരു ബ്ലോക്ക് തന്നെയാണ്. ഇങ്ങനെ വരാൻ സാധ്യതയുള്ള ബ്ലോക്കുകൾ എഴുതി വയ്ക്കുക. ഇനി ഇത് ഒരു നമ്പർ മാറി അടിക്കുന്നുണ്ടല്ലോ, ഒരു നമ്പർ കയറി അടിക്കുന്നുണ്ടല്ലോ നിങ്ങൾ പറയുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് ഇവിടെ നിങ്ങൾ നോക്കിട്ടോ. അതായത് 12:30 അടിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും 11:01 മുന്നേ അടിച്ചിട്ടുണ്ടാവണം. ഞാൻ കാണിച്ചുതരാം. 12:30 5000 അടിച്ചു പോയ നമ്പറാണ്. അപ്പോൾ ഇവിടെ ലാസ്റ്റ് എത്രയാണ് വന്നിട്ടുള്ളത്? അത് 0 വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഇവിടെ എന്താ പറയുക 11:01 ഇതിന് മുന്നേ അടിച്ചു പോയിട്ടുണ്ടാവും. അല്ല 1:01 ഇങ്ങനെ അടിക്കുന്നുണ്ട്. അതായത് ഒരു നമ്പർ ഇതിലാണെങ്കിൽ ഒരു നമ്പർ കയറി ഇതിലടിക്കുന്നുണ്ട്. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ച് നോക്കി നോക്കിയോ. ഇതിൽ ഒരു നമ്പർ വന്ന നമ്പർ ഒന്നില്ലെങ്കിൽ അതേ നമ്പർ തന്നെ ഇതിലെടുക്കാം നമുക്ക്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ 11:00 11:02 അങ്ങനെയാണ് അടിച്ചിട്ടുള്ളത്. ഇതല്ലേ 11:0 ബ്ലോക്കിൽ 11:00 അടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ലാസ്റ്റ് 12:32 30 എടുക്കാം. ആ ഇതിൽ വന്ന നമ്പർ തന്നെ ഇതിലും വരുന്നത്, അല്ലെങ്കിൽ ഇതിൽ വരുന്ന നമ്പർ തന്നെയാണ് ഇതിലും വരുന്നത്. അതും കൂടി ശ്രദ്ധിച്ചോളൂട്ടാ. ഇതാണല്ലേ അവിടെ 12:30 അടിച്ചിട്ടുണ്ട്. 12:32 ഇതിനിടയിൽ വന്നു പോയിട്ടുണ്ടെന്നുണ്ട്. 12:32 ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. എങ്കിലും അത് വന്നു പോയിട്ടുണ്ട്. കാരണം ഇതിങ്ങനെ ഇപ്പോഴത്തെ റിസൾട്ട് ആദ്യത്തെ പോലെയല്ല. ഇതേണ്ട 12:23 അങ്ങനെയും വന്നിട്ടുണ്ട്. സംഗതി കറക്റ്റായിട്ട് 12:32 വന്നെന്ന് തോന്നുന്നുണ്ട്. എനിക്കിത് എവിടെയാണെന്നൊരു പിടുത്തല്ല. അത് നോക്കണം. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അതായത് ഇതിൽ വരുന്ന ഒരു നമ്പർ തന്നെ ആയിരിക്കും. ഇപ്പോൾ 12:30 അടിച്ചിട്ടുണ്ട്. ഇവിടെ 11:00 അടിച്ചിട്ടുണ്ട്. ഓക്കെ, ഒരു നമ്പർ കയറിയും ഇറങ്ങിയൊക്കെ ചെയ്യും. അപ്പോൾ അത് നിങ്ങൾ അതിനനുസരിച്ച് നോക്കുക. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ 13:60 ബ്ലോക്ക് ഇപ്പോൾ 12:24 അടിച്ചെന്ന് വിചാരിക്കുക. 12:24 ആണെങ്കിൽ 13:65 എന്തായാലും വരുന്നു. ഒരു നമ്പർ ഇവിടെ കയറിയും വരാം, അല്ലെങ്കിൽ ഒരു നമ്പർ 24 ആണെങ്കിൽ അതേ 4 തന്നെ 13:64 ഇവിടെ അടിക്കാമെന്ന്. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. അങ്ങനെ ശ്രദ്ധിച്ചിട്ട് ഇതിൽ ഒരുപാട് കാര്യങ്ങൾ നോക്കാനുണ്ട്. പക്ഷെ അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറഞ്ഞാലും മനസ്സിലാവില്ല. എന്താ പറയുക, ഏത് രീതിയിലാണ് എങ്ങനത്തെ നമ്പറുകളാണ് എന്നൊക്കെ അതൊക്കെ അടിവര വരച്ചിട്ടുള്ളത്. ഞാൻ അടിവര വരച്ചിട്ടുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ ഇവിടെ 161 × 9 അടിച്ചപ്പോൾ നമുക്ക് 14:49 കിട്ടിയിട്ടുള്ളത്. ഇതൊക്കെ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുള്ള അടിവര കിട്ടുള്ളത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്പർ എന്ന് പറയുന്നത് 162 എന്ന് പറയുമ്പോൾ 6 7 7 × 9 ഓക്കെ. 9 എന്ന് പറയുമ്പോൾ നെക്സ്റ്റ് നമ്പർ ഇത് 9ഉം നെക്സ്റ്റ് നമ്പർ ഇവിടെ കിട്ടിയിട്ടുള്ളത് 14:58. അപ്പോൾ ഈ 3 നമ്പർ 9 ആണെങ്കിൽ ഈ 3 നമ്പർ കൂട്ടുമ്പോൾ 5 4 9 10 അപ്പോൾ ഇവിടെ 9 10 ഇങ്ങനെ കിട്ടുന്ന നമ്പറുകളാണ് ഞാൻ കണ്ടത്. കറക്റ്റ് 9 10. അതുപോലെ ഇവിടെ 10 11 അല്ലേ, 6 3 9 10. ഇവിടെ ഈ 3 നമ്പർ കൂട്ടുമ്പോൾ 6 4 10 11 വേണ്ട 10 11. അപ്പോൾ ഇങ്ങനത്തെ നമ്പറുകളാണ് 9 10 10 11 അതുപോലെ 12 13 ഇങ്ങനത്തെ കിട്ടുന്ന നമ്പറുകളാണ് ഞാൻ അടിവരയിട്ടുള്ളത്. എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഇടുന്ന നമ്പറുകൾ പക്കയായിട്ട് അടിക്കുന്നുണ്ട്. പക്കയായിട്ട് കറക്റ്റായിട്ട് അങ്ങനെ അടിക്കുന്നുണ്ട്. ഇപ്പോൾ 16:56 അടിച്ചപ്പോൾ എനിക്ക് തോന്നുന്നത് 16:56 അടിച്ചു, 18:44 അടിച്ചിട്ടുണ്ടായിരുന്നു. ഒരു നമ്പർ കയറി ഇറങ്ങി അങ്ങനെയൊക്കെ കറക്റ്റായിട്ട് അതേ ആ ബ്ലോക്ക് പിറ്റേ ദിവസം തന്നെ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ എടുക്കുക. ഇതുപോലെ നിങ്ങൾ എഴുതി വയ്ക്കുക. എഴുതി വെച്ചതിന് ശേഷം നിങ്ങൾക്ക് നോക്കി നോക്കുക. ഓരോ ബ്ലോക്കും അങ്ങനെ നോക്കിയെടുത്താൽ മതി. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ 9ൻ്റെ നമ്പറുകൾ പക്കയായിട്ട് ഈ പറഞ്ഞ പോലെ 21 78 എന്ന് പറയുമ്പോൾ അതൊക്കെ ഒരു 9ൻ്റെ നമ്പറാണ്. 9ൻ്റെ നമ്പർ തന്നെ ഒരുപാട് തവണ അങ്ങനെ വരുന്നുണ്ട്. അതൊക്കെ 9ൻ്റെ നമ്പറാണ്. കണ്ടില്ലേ 35 73 ഇതൊരു 9ൻ്റെ നമ്പറാണ്. കണ്ടില്ലേ
ഇത് കൂട്ടിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. 7 3 10, 10 5 15 3 18, 8 9ൻ്റെ നമ്പറാണ്. ഈ ടിക്കറ്റുള്ളതും ഇതുപോലെ 27 കൂട്ടുക. 97 65 മൊത്തം കൂട്ടുമ്പോൾ 27 കിട്ടുക. 27 എന്ന് പറയുമ്പോൾ 7 9, 9ൻ്റെ നമ്പറാണ്. 15 21 അതല്ല 6 6 8 9, ഇത് 9ൻ്റെ നമ്പറാണ്. അങ്ങനെ 9ൻ്റെ നമ്പറിൽ മാത്രം അടിക്കുന്നുണ്ട്. പോരാത്തതിന് 9ൻ്റെ നമ്പറിൻ്റെ ഈ ഒരു ബ്ലോക്കുകൾ 152 എന്നുള്ള ബ്ലോക്ക് അടിച്ചു കഴിഞ്ഞാൽ അടുത്ത് അതിന് നേരെയുള്ളത് ഏതാണെന്ന് നോക്കുക. 2 ബ്ലോക്ക് നമുക്ക് കിട്ടും. അത് രണ്ടും വരികയും ചെയ്യും. ഇപ്പോൾ 15 20 കണ്ടില്ലേ, 15 21 അടിച്ചിട്ടുണ്ട്. അതായത് 21 20ൻ്റെ ബ്ലോക്ക് അടിച്ചിട്ടുണ്ട്. 16 90ൻ്റെ ബ്ലോക്കിൽ ലാസ്റ്റ് 16 98 16 98 അടിച്ചിട്ടുണ്ട്. അതേ ബ്ലോക്ക് തന്നെ വന്നിട്ടുണ്ട്. 16 90ൻ്റെ ബ്ലോക്കും വന്നിട്ടുണ്ട്. അപ്പോൾ 15 20ൻ്റെ ബ്ലോക്ക് അടിച്ചു കഴിഞ്ഞാൽ 16 90ൻ്റെ ബ്ലോക്കും വരും. ഈ ഭാഗത്തും 15 20ൻ്റെ ബ്ലോക്ക് ഉണ്ടോ നോക്കുക. ഈ ഭാഗത്തുണ്ട് 120 152. അപ്പോൾ ഇവിടെ 13 60ൻ്റെ ബ്ലോക്കും വരാൻ സാധ്യതയുള്ളതാണ്. 13 66 ഇതാണല്ലേ. ഈ 13 60ൻ്റെ ബ്ലോക്കും ഇവിടെ അടിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കുക നിങ്ങൾ. അത് നോക്കിയിട്ട് എങ്ങനെയാണ് നോക്കുക. അതായത് 13 66 കറക്റ്റായിട്ട് അടിച്ചിട്ടുണ്ട്. എന്താ കാരണം അതും കൂടി നോക്കി നിങ്ങൾ. 13 60 ഇവിടെ ഇതേ 13 66 ഒന്ന്. എന്താ കാരണം വെച്ചാൽ 15 26 മുന്നേ അടിച്ചിരിക്കണം. 15 26 ആ 6 ഇതിൽ വരുന്നുണ്ടെന്ന്. ഇവിടെ 13 66 അടിച്ചിട്ടുണ്ട്. അപ്പോൾ 15 26 അടിച്ചിട്ടുണ്ടാവണം. അടിച്ചിട്ടുണ്ട്. 15 26 ഇതേ 15 26 കണ്ട 15 26 ഈ 6 നേരെ വരുന്നത് 13 66ലും വരും. അതുപോലെ 16 96 ഈ 6 ഇവിടെയും കയറി വരും. മനസ്സിലായില്ലേ? ഇതിൽ വരുന്ന നമ്പറുകൾ അപ്പുറത്തും ഇപ്പുറത്തും ഒരേപോലെ വരുന്നുണ്ടെന്ന്. അപ്പോൾ അതൊക്കെ നോക്കി നിങ്ങൾ എടുക്കുക. പറഞ്ഞില്ല എന്ന് വേണ്ട. അപ്പോൾ ഓക്കെ ബൈ ബൈ സി യു. ഇതാണ് 9ൻ്റെ ട്രിക്ക്. ഇതിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 6 9ൻ്റെ നമ്പറിലൊക്കെ നോട്ട് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഇത് കണ്ടില്ല 156 എന്ന് പറയുമ്പോൾ 6 12ആണ്. ഇങ്ങനത്തെ നമ്പറുകൾ 16 എന്താ പറയുക 156 6 12 എന്ന് പറയുമ്പോൾ 2 3ൻ്റെ നമ്പറാണ്. 3 6 9ൻ്റെ നമ്പറുകൾ ഈ ഭാഗത്തുണ്ടെങ്കിൽ അങ്ങനെയുള്ള നമ്പറുകൾ അടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ നേരെയുള്ളത് ബ്ലോക്കുകളും പിറ്റേ ദിവസം തന്നെ അടിക്കുന്നുണ്ട്. അതും നോക്കാം. അതേസമയം പ്രൈം നമ്പർ ആണെങ്കിൽ അങ്ങനെ അടിക്കുന്നുണ്ട്. ഇപ്പോൾ 116 ബ്ലോക്ക് 6 7 7 ഒരു പ്രൈം നമ്പറാണ്. ഇങ്ങനെ പ്രൈം നമ്പറുള്ള ബ്ലോക്കുകളിൽ അടി വരികയാണെങ്കിലും അതിന് നേരെയുള്ളത് പിറ്റേ ദിവസം തന്നെ അടിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് രീതിയിൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റും. നിങ്ങൾ നോക്കുക. നിങ്ങൾക്കിത് എഴുതി വെച്ചാൽ തന്നെ എഴുതി വെച്ചിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് വെറുതെ ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ പറയുമ്പോഴേക്ക് ഇതേ 16 0ൻ്റെ ബ്ലോക്ക് ആണെങ്കിൽ ഇതേ ഇവിടെ കണ്ട 16 09 കണ്ടില്ലേ ഇവിടെ അടിച്ചിട്ടുള്ളതാണല്ലേ. ഇത് നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ ഇതിലുള്ള ബ്ലോക്കുകൾ മാത്രമായിരിക്കും ഇതിലുണ്ടാവുക. നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. 16 0ൻ്റെ ബ്ലോക്ക് അടിച്ചിട്ടുണ്ടെങ്കിൽ 14 40ൻ്റെ ബ്ലോക്കും. ഇത് 24 തീയതിയാണ്. നമുക്ക് 25 ഉണ്ടോ നോക്കാം. 25 ഏതാ നോക്കേണ്ടത്? 14 40ൻ്റെ ബ്ലോക്ക് നോക്കിയാൽ കേട്ടോ. ഇതേണ്ട 14 45 വേണ്ട. അതായത് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ 24 തീയതിയിൽ 16 0ൻ്റെ ബ്ലോക്ക് 6 1 7 7 ഒരു പ്രൈം നമ്പറാണ്. അത് കറക്റ്റ് പ്രൈം നമ്പറിൻ്റെ ബ്ലോക്ക് ആണെങ്കിൽ അതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഈ ബ്ലോക്ക് 14 40ൻ്റെ ബ്ലോക്ക് 25 തീയതിയിൽ വന്നിട്ടുണ്ട്. കണ്ടില്ലേ 14 45 വന്നിട്ടുണ്ട്. 14 40ൻ്റെ ബ്ലോക്ക് വേറെ ഇല്ല. 26 തീയതി ഉണ്ടോ നോക്കട്ടെ. 14 40ൻ്റെ ബ്ലോക്ക് 26 തീയതിയിൽ കണ്ണ് കാണില്ല. ആദ്യത്തെ പോലത്തെ റിസൾട്ട് അല്ല. ഇപ്പോഴത്തെ റിസൾട്ട് കുറച്ച് ചെറിയ ചെറിയ നമ്പറും കാര്യങ്ങളൊക്കെ വന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ നോക്കുക. അതൊക്കെ വരുന്നുണ്ട്. ഓക്കെ. അപ്പോൾ അത് നോക്കിയിട്ട് അതിനനുസരിച്ച് എടുക്കുക. ഓക്കെ ബൈ ബൈ സി യു. ഇതുപോലെ നമ്പറുകൾ ഇനിയും ഇതിൽ പറഞ്ഞു തരാൻ വിട്ടുപോയ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞ് നിങ്ങൾക്ക് തരാം. കാരണം ഈ ഏത് ബ്ലോക്കുകളാണ് ഇപ്പോൾ കറക്റ്റായിട്ട് ഇപ്പോൾ ഞാൻ എന്താ പറയുക നമുക്ക് ഞാൻ വേണ്ട 11:50ൻ്റെ ബ്ലോക്ക് ഇവിടെ 12:89 അതായത് 12:89 വരെ 5000 അടിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് കാണിച്ചു തരാൻ നോക്കുമ്പോൾ സമയം കുറേ പോകണ കാരണമാണ് ഞാൻ കാണിച്ചു തരാത്തത്. ഞാൻ കാണിച്ചു തരാം. പല രീതിയിലും അങ്ങനെ അടിക്കുന്നുണ്ട്. 12:89 5000 ഞാൻ കണ്ടതാണ്. ഇതിവിടെ നോക്ക് നിങ്ങൾ 12:89 12:89 ഇവിടെ നോക്കി നിങ്ങൾ 12:80ൻ്റെ ബ്ലോക്ക് 12:89 അടിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഭാഗത്ത് 11:58 പിന്നെ വരാൻ സാധ്യത. പിന്നെ വരാൻ സാധ്യതയുള്ളത് 11:58. അത് ഇതെന്ന് പറയുക ഞാൻ നോക്കിയപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് 11:58 തന്നെ അടിച്ചത് തന്നെ. ഒരു നമ്പർ ഇറങ്ങിയിട്ട് എവിടെയത് 11:58 വന്നിട്ടുണ്ടായിരുന്നു. 11:58 11:85 ഒക്കെ അടിച്ചു പോയതാണ്. അത് കൂട്ടി കുഴഞ്ഞ റിസൾട്ട്.
ഇതേണ്ട 11.85 അടിച്ചിട്ടുണ്ട്. അതിന് മുന്നേ 11.58 വന്നിട്ടുണ്ട്. ഒക്കെ വന്നു പോയി. ഇനി അത് കാണിച്ചാൽ എളുപ്പമല്ല. അപ്പോൾ 11.58 ഇവിടെ 12.89 അടിച്ചിട്ടുണ്ടായിരുന്നു. 12.89 അടിച്ചിട്ടുണ്ടായിരുന്നു. ഒരു നമ്പർ ഇറങ്ങിയിട്ട് 11.58. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 128 ഇവിടെ 115. അപ്പോൾ ഏറ്റവും ചെറിയ നമ്പർ 115 അല്ലേ. അപ്പോൾ 115 ഏതാണ് ഫസ്റ്റ് വന്നിട്ടുള്ളത്? 11.58. മുന്നേ ഞാൻ നോക്കിയപ്പോൾ 5000 11.58 അടിച്ച് പോയിട്ടുണ്ട്. ഞാൻ നോക്കി, കാരണം ഒരു 1.5, 2, 3 ആഴ്ചയ്ക്ക് ബാക്കിൽ റിസൾട്ട് എടുത്ത് നോക്കണം. അങ്ങനെ നോക്കിയപ്പോൾ 11.58 5000 അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഭാഗത്ത് 11.58 5000 അടിച്ച് പോയതുകൊണ്ട് ഈ ഭാഗത്ത് 12.89 കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. കാരണം 115 ചെറിയ നമ്പർ. 115 58 11.58 അടിച്ചു, 12.89 അടിച്ചു. അപ്പോൾ ഞാൻ വീണ്ടും നോക്കിയപ്പോൾ 12.89 വന്നതിന് ശേഷം വീണ്ടും ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും 11.58 വീണ്ടും ഇറങ്ങി അടിച്ചു. 1000 അടിച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും. മനസ്സിലായി? അപ്പോൾ ഏറ്റവും ചെറിയ നമ്പറുകൾ നോക്കിയിട്ട് നിങ്ങൾക്ക് അങ്ങനെ നോക്കാം. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ നോക്കുക നിങ്ങൾ 248 ഈ ഭാഗത്തുള്ളത് 223 അല്ലേ. അപ്പോൾ ഫസ്റ്റ് 22.30 ബ്ലോക്ക് അടിച്ചു എന്ന് വിചാരിച്ചു. 22.35 അടിച്ചു. 22.35 അടിച്ചിട്ടുണ്ടെങ്കിൽ 24.86 എന്തായാലും വരുന്നു. ഇനി അല്ല 24.86 ഫസ്റ്റ് അടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു നമ്പർ ഇറക്കിയിട്ട് ഇതിൽ 22.35 ആവും വരിക. അങ്ങനെയൊക്കെ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ഇതിൽ ടിക്കറ്റ് എടുക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടട്ടെ. ഓക്കെ, ബൈ ബൈ, സി യു. ഈ ബ്ലോക്കുകളിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഒരുപാടുണ്ട്. ഇനി അത് മാത്രമല്ല, അതിൽ 2 ചാൻസ് നോക്കാൻ പറ്റും. ഇപ്പോൾ ഇവിടെ 248 അല്ലേ, 24.80 ബ്ലോക്ക് ആണെങ്കിൽ 22.30 ബ്ലോക്ക് അല്ലേ. അതേപോലെ ഈ 24.80 ബ്ലോക്ക് ഇവിടെയും വരും. ഇത് എവിടെ നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അല്ല, 24.80 ബ്ലോക്ക് ഇവിടെയുണ്ട്. അപ്പോൾ നമുക്കത് 2 ചാൻസ് കിട്ടും. 27.60 ബ്ലോക്കും കിട്ടും. അല്ല, ഇവിടെ 22.30 ബ്ലോക്ക് നമുക്കുണ്ട്, 27.60 ബ്ലോക്കുണ്ട്. 2 ബ്ലോക്ക് നമുക്ക് ചാൻസാണ്. അതായത് 24.80 ബ്ലോക്ക് അടിച്ചു കഴിഞ്ഞാൽ 22.30 ബ്ലോക്കും ചാൻസാണ്, 27.60 ബ്ലോക്കും നമുക്ക് ചാൻസാണ്. അതിലെടുക്കേണ്ട രീതി ഈ 2 നമ്പറിലെ ഏറ്റവും ചെറുതും വലുതും നമ്മൾ നോക്കുക. ഇത് 248, അതിനേക്കാളും വലുതാണ് 276. അപ്പോൾ 24.82 അടിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്തായാലും 24.82 2 ലാസ്റ്റ് 2 അടിച്ച്. അപ്പോൾ എന്തായാലും ഇവിടെ 3 വരുള്ളൂ. 27.63 നമുക്ക് എടുക്കാൻ പറ്റും. അതേസമയം ഇവിടെ ആണെങ്കിൽ നമുക്ക് 1 എടുക്കാൻ പറ്റുള്ളൂ. മനസ്സിലായി? 24.82 ആണെങ്കിൽ ഇവിടെ 22.31 എടുക്കാൻ പറ്റുള്ളൂ. ഇങ്ങനെ കുറച്ച് ടെസ്റ്റ് ഉണ്ട് ഇതിൽ. അതൊക്കെ നോക്കി മനസ്സിലാക്കി എടുക്കുക. ഓക്കെ, ബൈ ബൈ, സി യു. നമുക്ക് പിന്നീട് കാണാം. ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ട ആൾക്കാർക്ക് മാത്രമേ ഇതിനെക്കുറിച്ച് മെത്തേഡ് മനസ്സിലാവുള്ളൂ. അല്ലാതെ വെറുതെ കിടന്നിട്ട് ഓരോന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഫുള്ളായിട്ട് കാണുക. ഇഷ്ടപ്പെട്ടവർ ലൈക്ക് അടിക്കുക. ഇനിയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അന്ന് ചെയ്ത് വയ്ക്കുക. ഇനിയും ഇതുപോലെയുള്ള നല്ല നല്ല ട്രിക്കുകളൊക്കെ കിട്ടുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ബൈ ബൈ, സി യു. ഇതിൽ തന്നെ ഒരുപാട് ഇനിയും പറയാനുണ്ട്. അതൊക്കെ ഞാൻ പറഞ്ഞുതരാം അടുത്ത വീഡിയോസിൽ. ഓക്കെ, ബൈ ബൈ.